ഒരു സമചതുരത്തിൻ്റെ നീളം 100 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ സമചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം എത്ര, പരപ്പളവ് എത്ര? അപ്പോൾ സമചതുരം ആയതുകൊണ്ട് എല്ലാ വശങ്ങളുടെയും നീളങ്ങൾ തുല്യമായിരിക്കും. ഇപ്പോൾ ഓരോ വശത്തിൻ്റെ നീളം 100 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയാൽ, അതായത് എല്ലാ വശങ്ങളുടെ നീളവും 5 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ എത്രയായിരിക്കും ഓരോ വശത്തിൻ്റെ നീളം? 105 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വശങ്ങളുടെ നീളം എത്ര? അല്ലേ, സമചതുരത്തിൻ്റെ ഒരു വശം 100 ആണ്. അപ്പോൾ സമചതുരത്തിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ, നീളം 5 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ എത്ര വരും? 105 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. ഓരോ വശങ്ങളുടെ നീളം എത്ര? അപ്പോൾ ഓരോ വശവും, അപ്പോൾ അതിൻ്റെ വശത്തിന് നമുക്ക് ABCD എന്ന് പേര് കൊടുക്കാം. അപ്പോൾ വശം AB സമം BC സമം CD സമം AD സമം 105 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. എല്ലാ വശങ്ങളും തുല്യമായിരിക്കും സമചതുരം ആയതുകൊണ്ട്. അപ്പോൾ AB സമം BC സമം AD സമം 105 സെൻറ്റിമീറ്റർ. ഇനി എന്താ ചോദ്യം? പരപ്പളവ് എത്ര? സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സമവാക്യം എന്താ? സമചതുരത്തിൻ്റെ പരപ്പളവ് സമം A സ്ക്വയർ എന്നാണ്. A സ്ക്വയർ എന്ന് വെച്ചാൽ ഒരു വശമാണ് A, അതായത് ഒരു വശം 105 ആണ്. അപ്പോൾ 105 സ്ക്വയർ എന്നാണ് വരിക. 105 സ്ക്വയർ നമുക്കറിയാം 100 + 5 ഹോൾ സ്ക്വയർ എന്നെഴുതിയാൽ മതി. 100 + 5 ഹോൾ സ്ക്വയർ എന്ന ഇക്വേഷനിലേക്ക് മാറ്റാം. അപ്പോൾ എത്ര കിട്ടും? 100 + 5 ഹോൾ സ്ക്വയർ സമം 100 + 5 ഹോൾ സ്ക്വയർ സമം A + B ഹോൾ സ്ക്വയർ പോലെ എഴുതുമ്പോൾ 100 സ്ക്വയർ പ്ലസ് 2, ഇത് A ആണ്, ഇത് B ആണ്, 2AB പ്ലസ് B സ്ക്വയർ. A + B ഹോൾ സ്ക്വയർ സമം A സ്ക്വയർ പ്ലസ് 2AB പ്ലസ് B സ്ക്വയർ. അപ്പോൾ എങ്ങനെ വരും? 100 സ്ക്വയർ 100-നേക്കാളും ഇരട്ടി പൂജ്യങ്ങൾ വർഗത്തിലിടണം, പ്ലസ് 2 × 100, 2 × 100 200, 200 × 5 അല്ലെങ്കിൽ 2 × 5 10, 10 × 100 1000 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25 സമം കൂട്ടുമ്പോൾ 5 2 0 1 1 11,225 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് വരുന്നത്. 11,225 സെൻറ്റിമീറ്റർ സ്ക്വയർ.